നമസ്കാരം. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് ഓക്സിനോ ഇൻ്റർനാഷണൽ ബിസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന കമ്പനിയുടെ ഒരു വെബ്സൈറ്റിൻ്റെ ഭാഗമായിട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരികയുണ്ടായി. അതിൽ നിന്ന് ചില കാര്യങ്ങളൊക്കെ മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്നവർക്കും ഇനി കമ്പനിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നവർക്കും ഇതൊരു ഉപകാരമാവുന്ന ഒരു പ്രതീക്ഷയായിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും നമുക്ക് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് എങ്ങനെയാണ് വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാന്നുള്ളത് ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ഐക്കൺ ഇവിടെ കാണാം. ഞാനിപ്പോൾ ഇതാ ഈ വീഡിയോയിൽ കാണിക്കുകയാണ്. ഈ വെബ്സൈറ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമുക്ക് ലോഗിൻ ബട്ടണിൻ്റെ ഭാഗത്താണല്ലോ നമുക്ക് വരിക. അപ്പം ലോഗിൻ ചെയ്യുന്നു. ലോഗിൻ ചെയ്യുമ്പോഴത്തേക്ക് അപ്പോൾ ഇതുപോലെ നമ്മുടെ പാസ്വേഡൊക്കെ നമ്മൾ നേരത്തെ സെറ്റ് ചെയ്ത് വെച്ചെങ്കിൽ നമുക്കിതുപോലെ കാണിക്കുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് സൈറ്റ് ഓപ്പൺ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമുക്ക് സൈറ്റ് ഓപ്പണായി വന്നിട്ടുണ്ട്. ഇതൊരു ആക്റ്റീവ് മെമ്പറുടെ ഒരു സൈറ്റാണ്. ഓക്കെ, അപ്പോൾ ഇതിൽ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇതിനകത്ത് നമുക്ക് നോക്കാൻ പറ്റും. കമ്പനിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ നമുക്ക് ഇന്നിപ്പോൾ 3,60,377 വ്യക്തികളാണ് ഇപ്പോൾ നമുക്കിതിൽ കാണുന്നത് അല്ലേ. അപ്പോൾ ഇതിൽ 10 ലക്ഷം ആവുന്നവരാണ് നമുക്ക് നേരത്തെ ഇന്നലെ പറഞ്ഞ പോലത്തെ ഫ്രീ ഓഫറൊക്കെ ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഏതായാലും നമുക്ക് ഇതിൽ 30,000 കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ആക്റ്റീവ് മെമ്പർ ആയതിൻ്റെ പേരിലാണ് ഈ 30,000 കാണിക്കുന്നത്. ഓക്കെ, ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്രൊഡക്റ്റ് വാങ്ങിച്ച് വന്നു കഴിയുമ്പോഴത്തേക്ക് നമുക്കിങ്ങനെ 30,000 ഇവിടെ എഴുതി കാണിക്കും. അപ്പോൾ ഈ 30,000 വരെ നമുക്ക് റെഡീം ചെയ്തെടുക്കാം എന്നാണ് ഈ കാണിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ ഞാനിവിടെ ഇന്നത്തെ വീഡിയോ നമുക്ക് കാണിക്കാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇനിയിപ്പോൾ മറ്റൊരു വ്യക്തിയെ നമ്മളത് അറിയിക്കണമല്ലോ. നമുക്ക് ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ മറ്റൊരു വ്യക്തിയെ എങ്ങനെ നമുക്ക് അറിയിക്കാൻ സിമ്പിളായിട്ടുള്ള കാര്യം ഞാനിപ്പോൾ ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഞാനിപ്പോൾ സൈറ്റ് ഓപ്പൺ ചെയ്തു. ഇനി നമുക്ക് ഇതിൻ്റെ ഈ വലത്ത് ഭാഗത്ത് കാണുന്നത് ഇപ്പോൾ നമ്മളെ 30,000 എഴുതിയതിൻ്റെ താഴെ ചാനൽ പാർട്ണർ എന്നുണ്ട്. പിന്നെ ബിസിനസ് പോർട്ടൽ അല്ലേ. ബിസിനസ് പോർട്ടൽ നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ വരും. ഓക്കെ, ഇതുപോലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഇവിടെ എഴുതിയിട്ടുണ്ട്. മുകളിൽ നമുക്ക് നോക്കാം. നമ്മുടെ ഒരു മനുഷ്യൻ്റെ ചിത്രം കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഈ വ്യക്തി വേറെ ആരും കൊണ്ടുവന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ പേരിൽ ആ വ്യക്തിയുടെ പേര് മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പോൾ നമ്മൾ ആരൊക്കെയാണ് റെഫർ ചെയ്താൽ ആ വ്യക്തിയുടെ പേരൊക്കെ നമുക്കിവിടെ കാണാൻ കഴിയും. ഓക്കെ, അത് ഒന്നാമത്തെ കാര്യം. പിന്നെ നമുക്കിപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ലിങ്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വ്യക്തി ആരെയും കൊണ്ടുവന്നിട്ടില്ല, ഫ്രീ ആയിട്ട് കിടക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഈ വ്യക്തിക്ക് ഇനിയിപ്പോൾ അടുത്ത ആരെങ്കിലും കൊണ്ടുവരണമെങ്കിൽ മറ്റുള്ള ആൾക്കാർക്ക് ലിങ്ക് അയച്ചു കൊടുത്തിട്ട് വേണം കൊണ്ടുവരാൻ. അപ്പോൾ നമുക്ക് ആ ലിങ്ക് എങ്ങനെ കൊടുക്കാമെന്നുള്ള അപ്പോൾ ഞാൻ പറഞ്ഞിരുന്നത്. ഓക്കെ, ഇവിടെ നമുക്ക് താഴെ നമുക്ക് 3 ലിങ്ക് എഴുതിയിട്ട് ഓട്ടോ ലിങ്ക് ഉണ്ട്, ലെഫ്റ്റ് ലിങ്ക് ഉണ്ട്, റൈറ്റ് ലിങ്ക് ഉണ്ട്. അപ്പോൾ നമുക്ക് ഈ ബിസിനസ്സിൻ്റെ കാര്യങ്ങളൊക്കെ നമുക്ക് ഏകദേശം അറിയാം. കാര്യം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ബൈനറി സിസ്റ്റം ആണല്ലോ. അപ്പോൾ നമ്മൾ വന്നു നമ്മുടെ ലെഫ്റ്റ് റൈറ്റ് എന്നുള്ള ചാനലുണ്ടാവും. ആ ലെഫ്റ്റ് റൈറ്റ് ചാനൽ ഓരോ വ്യക്തികളെ കൊണ്ടുവരുന്ന അനുസരിച്ച് ആ വ്യക്തികൾ വർക്ക് ചെയ്യുമ്പോഴും നമ്മൾ പിന്നെ വർക്ക് ചെയ്യുമ്പോഴും കിട്ടുന്ന വരുമാനത്തിൻ്റെ രീതികളാണല്ലോ ഈ നമുക്ക് അമേരിക്കൻ ബൈനറി എന്നുള്ള സിസ്റ്റത്തിൽ കൂടെ പോകുമ്പോൾ അങ്ങനെയാണല്ലോ അതുണ്ടാവുക. അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്. അപ്പോൾ ജസ്റ്റ് നമുക്ക് നോക്കാം. നമുക്ക് 3 ലിങ്ക് കിട്ടിയിട്ടുണ്ട് ഇവിടെ. ഓക്കെ, അതിലിപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ ഒരു ലിങ്ക് അയച്ചു കൊടുക്കുകയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് ഓട്ടോ ലിങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ളത് അത് ഓട്ടോമാറ്റിക്കായിട്ട് ക്രിയേറ്റ് ആവും. അത് ആ ഒരു കമ്പനിയുടെ സിസ്റ്റം അനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് എവിടെയെങ്കിലും പോയി ക്രിയേറ്റ് ആവും. അപ്പോൾ വീക്ക് പോയിന്റ്, അതായത് ഇപ്പോൾ നമുക്ക് ഒരു ഭാഗത്ത് കൂടെ കൂടുതൽ വ്യക്തികൾ വന്നിട്ടുണ്ടെങ്കിൽ ആ വരാത്ത ഭാഗത്ത് പോയിട്ട് പിന്നെ ആഡ് ആവും. അതാണ് ഇപ്പോൾ നമുക്ക് ഈ ഓട്ടോ ലിങ്കിൻ്റെ ഒരു പ്രത്യേകത. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ ഒരു ഭാഗത്ത് നമുക്ക് പിന്നെ റൈറ്റ് ലിങ്കിൽ നമുക്ക് റൈറ്റ് ഭാഗത്ത് ഒരുപാട് വ്യക്തികൾ പിന്നെ നേരത്തെ വന്ന് കിടപ്പുണ്ടെന്നെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ലെഫ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലെഫ്റ്റിലെ ആൾക്കാർ വരുമ്പോഴത്തേക്ക് നമുക്ക് വരുമാനം കൂടുതൽ കിട്ടുമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ലെഫ്റ്റിൻ്റെ കോപ്പി ചെയ്യാം. ലെഫ്റ്റ് കോപ്പി ചെയ്ത ശേഷം നമ്മൾ നേരെ ഇപ്പോൾ നമുക്ക് റൈറ്റിൽ നേരത്തെ ആൾക്കാർ വന്ന് നിൽപ്പുണ്ടെന്നുള്ള ആ ഒരു വിശ്വാസമാണ് അത് ചെയ്യണത്. അപ്പോൾ നമുക്ക് റൈറ്റിൽ നേരത്തെ ആൾക്കാരുണ്ട്, ലെഫ്റ്റിലേക്ക് നമുക്ക് ആൾക്കാർ വേണം അല്ലേ. അല്ലെങ്കിൽ ലെഫ്റ്റ് നമ്മൾ ബിസിനസ് കൂടി വരണം എന്നുള്ളത് നമുക്ക് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ലെഫ്റ്റിൻ്റെ കോപ്പി ചെയ്തു. അപ്പോൾ ഏതാ വേണ്ടത് നമുക്ക് ചെയ്യാം കേട്ടോ. അപ്പോൾ ലെഫ്റ്റിൻ്റെ കോപ്പി ചെയ്തു. ഞാൻ നേരെ പോകുന്നത് വാട്സാപ്പിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ലിങ്ക് നമുക്ക് കോപ്പി ചെയ്യാൻ പറ്റും കേട്ടോ. വാട്സാപ്പിലേക്ക് പോയി
ഞാനിവിടെ ലിങ്ക് ഒരു വ്യക്തിക്ക് ഞാൻ അയച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ലിങ്ക് ഒരു വ്യക്തിക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ഞാനിത് ഇവിടെ പേസ്റ്റ് ചെയ്തു. ഈ ലിങ്ക് ഞാൻ ഈ വ്യക്തിക്ക് അയച്ചു കൊടുത്തു. ഓക്കെ, ഈ വ്യക്തിക്ക് അയച്ചു കൊടുക്കുമ്പോഴത്തേക്ക് ആ ലിങ്ക് അവിടെ പോയി. അപ്പോൾ ഇനിയിപ്പോൾ അവിടെ വന്ന ആ വ്യക്തി എന്ത് ചെയ്യും? ആ വ്യക്തി ഈ ലിങ്ക് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലെഫ്റ്റ് എന്നുള്ള എഴുതി അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ആ ഒരു വ്യക്തി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെ വരുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇന്ത്യ എന്നുണ്ട്, നെയിം എന്നുണ്ട്, വാട്സാപ്പ് നമ്പർ എന്നുണ്ട്, പിൻകോഡ് എന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിക്ക് ഇത് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ പുള്ളി എന്ത് ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഇന്ത്യ എന്നുള്ള ടൈപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം നമ്മൾ ഇന്ത്യക്കാരാണല്ലോ. ഇവിടെ നമുക്ക് ഇന്ത്യക്ക് പുറത്താണെങ്കിൽ നമുക്ക് അവിടെ മാറ്റി കൊടുക്കേണ്ടി വരും. പക്ഷേ നമ്മൾ ഇന്ത്യക്ക് അകത്തായതുകൊണ്ട് അവിടെ ഇന്ത്യ എന്നുള്ള ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് നെയിം എന്നുള്ള സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ നെയിം ടൈപ്പ് ചെയ്യുക. ഈ അയച്ചു കൊടുത്ത വ്യക്തി ഓപ്പൺ ചെയ്യുമ്പോൾ കിട്ടുന്ന കാര്യമാണ് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, മനസ്സിലാവുന്നു അല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പേര് മാത്രം ഇവിടെ ടൈപ്പ് ചെയ്യുക. അതുപോലെ തന്നെ വാട്സാപ്പ് നമ്പർ ടൈപ്പ് ചെയ്യുക, പിൻകോഡും ടൈപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ ടിക്ക് മാർക്ക് ഇട്ടിട്ട് സബ്മിറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഇത്രയും കാര്യം ചെയ്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ആ ഒരു വ്യക്തിക്ക് ഈ ലിങ്ക് വിട്ട വ്യക്തിയുടെ താഴെയായിട്ട് എവിടെയാണോ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്നുള്ള ചാനൽ നോക്കിയിട്ട് അതിനനുസരിച്ച് ആ വ്യക്തിയുടെ താഴെ വന്നിട്ട് ഓട്ടോമാറ്റിക്കായിട്ട് 3 ID ക്രിയേറ്റ് ആവും. 1 2 3 എന്നുള്ള അനുസരിച്ച് 3 ID ക്രിയേറ്റ് ആവും. ഓക്കെ, അപ്പോൾ ഈ 3 ID ക്രിയേറ്റ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഞാൻ ജസ്റ്റ് അതും കൂടി ഞാൻ കാണിച്ചു തരാം. അപ്പോൾ 3 ID ക്രിയേറ്റ് ആയി ആ വ്യക്തിക്ക്. അപ്പോൾ നമുക്ക് 3 ID ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? ഈ ID ഓപ്പൺ ചെയ്യാം. ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? താഴ്ത്തി ഇവിടെ ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇവിടെ 3 ചാനലായിട്ട് കാണിക്കുന്നുണ്ട് അല്ലേ? 3 ചാനലാണ്, CP, SC, DS. അപ്പോൾ CP എന്ന് പറയുമ്പോൾ ചാനൽ പാർട്ട്നേഴ്സാണ്. ചാനൽ പാർട്ട്ണർ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ കടകൾ ടൈപ്പ് ആവുന്ന കടകളുടെ ആ ഒരു വ്യക്തികൾക്കുള്ള ലിങ്കാണത്. അവിടെ ഒരു ID ഓപ്പൺ ചെയ്യാനുള്ള ഒരു ഏരിയ ആണത്. പിന്നെ രണ്ടാമത് കാണുന്ന SC. അപ്പോൾ ഇത് സ്റ്റോക്ക്, നമ്മൾ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുന്ന ആ ഒരു സംവിധാനത്തിൻ്റെ ആണത്. പിന്നെ നമുക്ക് DS, നമുക്ക് ഡയറക്റ്റ് സെല്ലർ എന്നുള്ളതാണ് ഏറ്റവും താഴെ. അപ്പോൾ ഡയറക്റ്റ് സെല്ലർ എന്നുള്ളത് ആണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. ഓക്കെ, അവിടെ ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമുക്ക് കിട്ടിയ ID നമ്മളിവിടെ പേസ്റ്റ് ചെയ്ത് കൊടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ കിട്ടിയ ID പേസ്റ്റ് കൊടുക്കുമ്പോഴത്തേക്ക് നമ്മളിവിടെ ആ കിട്ടിയ ID എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്രീ ID കിട്ടുമ്പോഴത്തേക്ക് നമ്മുടെ മൊബൈൽ നമ്പറും ചേർന്നിട്ട് 01 വരും. ഓക്കെ, ഇതിലിപ്പോൾ മൊബൈൽ നമ്പർ കാണിക്കുന്നുണ്ട്, അതിന് ചേർന്നിട്ട് ലാസ്റ്റ് 01 കാണിക്കുന്നുണ്ട് അല്ലേ? അപ്പോൾ ആ 01 എന്നുള്ളതാണ് ഒന്നാമത്തെ ID, രണ്ടാമത്തെ ID 02, മൂന്നാമത്തെ ID 03. അങ്ങനെ 3 ID ഓട്ടോമാറ്റിക്കായിട്ടാണ് ഈ ഇതിൽ ക്രിയേറ്റ് ആവുക. അപ്പോൾ നമ്മൾ ആദ്യം ഇവിടെ മൊബൈൽ നമ്പർ വന്നു, താഴെ നമ്മൾ എന്ത് ചെയ്യുക? അതേ മൊബൈൽ നമ്പർ തന്നെയാണ് താഴത്ത് പാസ്വേഡായിട്ട് വരിക. അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യും? പാസ്വേഡായിട്ട് മൊബൈൽ നമ്പറിനെ കൊടുത്തു, എന്നിട്ട് നമ്മൾ സബ്മിറ്റ് ചെയ്യണം. അപ്പോൾ അക്കൗണ്ട് ഓപ്പണായി. കണ്ടോ? ഇത്രേ ഉള്ളൂ പണി. അപ്പോൾ നമുക്ക് ഈ അക്കൗണ്ട് ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ച കഴിഞ്ഞാൽ പ്രൊഡക്റ്റ് നമുക്ക് സെലക്ട് ചെയ്യണമെങ്കിൽ നമ്മളിവിടെ നേരെ താഴെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പ്രിവിലേജ്ഡ് കസ്റ്റമർ എന്നുണ്ട്. അതായത് 10,000-ൻ്റെ നേരെ താഴെ ചാനൽ പാർട്ട്ണർ എന്നുണ്ട്. അതിൻ്റെ തൊട്ട് അടുത്തുള്ള പ്രിവിലേജ്ഡ് കസ്റ്റമർ അത് ഓപ്പൺ ചെയ്തിട്ട് നമുക്ക് ഇവിടെ പ്രൊഡക്റ്റ് നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് പ്രൊഡക്റ്റ് ചൂസ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ നമുക്ക് ഒരു വീഡിയോയിൽ കാണിക്കാം. ഇപ്പോൾ തൽക്കാലം ഈ ഒരു വീഡിയോ ഇവിടെ നിന്ന് വെച്ച് നിർത്തുകയാണ്. അതുപോലെ ഇതിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല രീതിയിൽ ഉപകാരപ്രദമായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ തന്നെ ലൈക്കും ചെയ്യുക. അപ്പോൾ എനിക്ക് അടുത്ത വീഡിയോ ചെയ്യാനുള്ള ഒരു മോട്ടിവേഷൻ നിങ്ങൾ തരുന്നു എന്ന് മനസ്സിലാക്കാം. അപ്പോൾ നമുക്ക് ഏതായാലും ഈ ഒരു വീഡിയോയിലൂടെ 10,000 രൂപയുടെ റെഡീം കൂപ്പൺ എങ്ങനെ നമുക്ക് നമ്മുടെ അഡ്രസ്സ് കൊടുത്തുകൊണ്ട് സ്വന്തമാക്കുക എന്നുള്ളത് മനസ്സിലായി. അപ്പോൾ എല്ലാവരും ഈ ഒരു കാര്യം ഏറ്റെടുക്കുക, നല്ല രീതിയിൽ മുന്നോട്ട് വരിക. ഒരു അധിക വരുമാനം നമുക്ക് എല്ലാവർക്കും കിട്ടാൻ നല്ലൊരു അവസരമായിട്ട് കാണുക. ഓക്കെ, താങ്ക് യു.